ഹായ് ഹലോ നമസ്കാരം. മലയാള കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തൃശ്ശൂർക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു മീൻകറി റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കിനും മറക്കരുത്. അപ്പോൾ സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാൻ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 25-30 ചെറിയുള്ളി ചാച്ചതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചാച്ചത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അധികം എരിവില്ലാത്ത 6 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തായി നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ബാക്കി ഇനി നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മിയെടുക്കാം. മസാലയൊക്കെ നല്ലപോലെ ഒന്ന് ഇങ്ങനെ നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ എല്ലാവിടേക്കും നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് വന്നോളും. മസാലയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് ഞാനൊരു മിക്സിയിൽ ജാറത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം ചെറിയ തേങ്ങയാണ് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഇതാണോ, അരച്ച് വന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്കാക്കി ഞാൻ അരപ്പ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വെച്ചെടുക്കാം. ഞങ്ങൾ ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കാൻ പോകണം. ഓക്കെ, ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കരണ്ടി വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് തുണി വെച്ചിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ തുണി വെച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ. ഓക്കെ, ഇതാണോ, ഇതാ തേങ്ങാപ്പാലൊക്കെ ഏകദേശം നല്ലപോലെ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാ ഇത്രയും തേങ്ങാപ്പാൽ. 1-ാം പാൽ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 2-ാം പാൽ എടുക്കാനായിട്ട് 1-ാം പാൽ എടുത്ത തേങ്ങേനെ നമുക്ക് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. നേരത്തെ പോലെ തന്നെ ഒരു ബൗളിലേക്ക് അരപ്പ് വെച്ചിട്ട് നമുക്ക് 2-ാം പാലിന് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണോ, നമുക്കിതാ 2-ാം പാൽ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതാ മാറ്റി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു കയ്യിലുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അല്ലോ 2-ാം പാലും മസാലയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയം വരയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് മാങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന മാങ്ങയുടെ പുളിക്കനുസരിച്ച് മാങ്ങയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഇനി ഒരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ഒന്ന് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളെടുക്കുന്ന മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ അളവിന് മാറ്റം വന്നേക്കാം. അപ്പോൾ അതിൽ കുറച്ച് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. ഓക്കെ, ഇതിലിപ്പോൾ കുറച്ച് വെള്ളം കുറവ് പോലെയുണ്ട്. ഞാൻ ജാറ് കഴുകിയ വെള്ളം അരിച്ചിട്ട് ഞാൻ അതിൽ കുറച്ച് 1 കപ്പോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ വെള്ളം ഒഴിക്കാവുന്നതാണ്. ഇതുപോലെ ഇനി ഇതൊന്ന് ചെറുതായി തിളവന്ന ശേഷം നമുക്കിതാ ഞാനെൻ്റെ മത്തി എടുത്തിരിക്കുന്നത് അത് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനൊരു 20ഓളം മത്തി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മത്തി തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ഏത് മീനാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് മീൻ കറി വയ്ക്കാവുന്നതാണ്. നല്ല അപാര ടേസ്റ്റാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഉണ്ടാക്കി കഴിച്ചാലേ അറിയുള്ളൂ, വേറെ ലെവൽ ടേസ്റ്റാണ്. ഓക്കെ, ഇതാണോ, നല്ലപോലെ തിളയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, ഇതാണ്ടോ ഏകദേശം ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അയ്യോ, കണ്ടോ, നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്താ മണം, ഒരു രക്ഷയില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതിന് ശേഷം 1-ാം തേങ്ങാപ്പാൽ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, മൺചട്ടി ആയതുകൊണ്ട് ചൂട് നല്ല പോലെ ഉണ്ടാവും. ഇനി നമുക്കൊരു തുണി വെച്ചിട്ട് നമുക്കത് അങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്ന ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 വറ്റൽമുളക് പൊടിച്ചത് അതും കൂടി കൊടുക്കുന്നുണ്ട്. ഒരു 18-20 ചെറിയുള്ളി ചതച്ചത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെറിയുള്ളി എല്ലാം വാടി വരുന്ന വരയ്ക്ക് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇതാണ്ടോ നന്നായിട്ട് വാടി സെറ്റായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മളിതാ മീൻ കറിയിലേക്ക് നമുക്കതൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഈസി റെസിപ്പികൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അവസാനമായിട്ട് കറിയുടെ മേലെ കൂടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുതിയ റെസിപ്പി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്